നമസ്കാരം. അതുപോലെ ഓം ഗംഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗുരുഭ്യേ നമഃ. എല്ലാ ഗുരുക്കന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് രണ്ടു വാക്ക്. ഇതൊരു അവിവേകാണെന്ന് എനിക്കറിയാം. കാരണം മാതാജി ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട്, ഇതൊരു ചരിത്രമാണ്, ഇവിടെ വന്ന് ഇരുന്നതാണ് 8 കൊല്ലം മുമ്പ്. ഈ തിരിച്ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നിലത്തിരുന്നു. പിന്നെ ഈ സൈഡിൽ കയറി 2 പാട്ട് പാടി. പിന്നെ പൗരാണികമായിട്ട് കുറേ പോയിട്ടുണ്ട് മാതാജിയുടെ കൂടെ. ഇതിനിടയ്ക്ക് ആചാര്യയായിട്ടും എനിക്ക് ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ആയിരമംഗല ക്ഷേത്രത്തിൽ. അതെൻ്റെ ഒരു കൂട്ടുകാരി രാധയായിരുന്നു. അവരുടെ വീട്ടിലാണ് താമസിച്ചത്, കോളേജിൽ ഒക്കെ പഠിച്ചത്. എന്തൊക്കെയായാലും ആദ്യത്തെ ഒരു ദിവസം കുറച്ചൊരു വിഷമം തോന്നി. അതായത് ആദ്യമായിട്ട് ഞാൻ ടീച്ചറൊക്കെയാണ്, പക്ഷെ അത് ഭൗതികമായ കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് വിഷയങ്ങളാണ്, ഐച്ഛിക നമ്മുടെ സാധാരണ വിഷയങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഉള്ള വിഷയങ്ങളാണ്. ഇതങ്ങനെയല്ല. അത് മാത്രമല്ല, നമ്മൾ ചെറിയ കുട്ടികളാണ്, അതായത് ടീനേജ് ഉള്ള കുട്ടികളാണ്, അഡോളസൻസ്.